Opening hours with MyFin. ഇനി നമുക്ക് ഏതായാലും വിപണിയുടെ മറ്റ് കൂടുതൽ അപ്ഡേറ്റ്സുകൾ കൂടി അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ളൊരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാറിന് നിഫ്റ്റി 50 നമ്മൾ നോക്കുമ്പോൾ നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആണ് കാണുന്നത്. 47 പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ 26,033 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഗ്രീനിലേക്കുള്ളൊരു ട്രേഡിംഗ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. നിഫ്റ്റി 50യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ 27,800 പോയിന്റ് മേജർ സപ്പോർട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് സ്റ്റേജ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് നമ്മളൊരു ബൈയിങ് അവസരമായിട്ട് തന്നെ ഉപയോഗിക്കണം. സോ ഫൈനാൻഷ്യലി സ്ട്രോങ് പെർഫോമൻസ് നൽകിയിരിക്കുന്ന കമ്പനിയുടെ സ്റ്റോക്സിലൊക്കെ നമുക്ക് ഈ ഒരു അവസരം ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കാം. നിഫ്റ്റി 50യുടെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 27,100. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. സാർ, നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോൾ 59,383 എന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്ന് 37 പോയിൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നേട്ടമാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 26,100 പോയിന്റ്. ആൻഡ് എസ്പെഷ്യലി നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിൽ ഇന്ന് ശ്രദ്ധ കൊടുക്കുക. അതിൽ എടുത്തു പറയാനുള്ള ഒരു സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഒരു നല്ല കറക്ഷന് ശേഷം ഇന്ന് ആ സ്റ്റോക്കിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ലെവൽസ് വന്നിട്ട് ഇറ്റ് വിൽ ബി 58,800 പോയിന്റ്സ്. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 59,500 പോയിന്റ്. സാറിന് ഒരു സെക്ടറൽ ഇൻഡെക്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി IT ഇന്ന് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നൊരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴും 1% മുകളിലേക്ക് നേട്ടം. ഇപ്പോൾ 1.39% നേട്ടത്തിൽ 38,352 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നിഫ്റ്റി ITയിൽ താങ്കളുടെ ടേക്ക് എന്താണ് ഇപ്പോൾ? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഈ ഒരു ഇൻഡെക്സിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു 1.5 മാസം മുൻപായിരുന്നു മാർക്കറ്റ് പ്ലസ് പ്രോഗ്രാമിൽ നമ്മൾ ഇതിനെ ഡാർക്ക് ഹോഴ്സ് ആയിട്ട് വിലയിരുത്തിയത്. അതിനുശേഷം ഈ ഒരു ഇൻഡെക്സ് നമ്മൾ നിരാശപ്പെടുത്തിയിട്ടേ ഇല്ല. ആൻഡ് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ പല IT സ്റ്റോക്സിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അത്തരം സ്റ്റോക്സിലൊക്കെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഇതിൽ എടുത്തു പറയാനുള്ളത് ഇന്റലക്ട്, കൊഫോർജ്, അതുപോലെ തന്നെ LTI മൈൻട്രി, ഇൻഫോസിസ്, TCS, HCL ടെക്നോളജി മുതലായ എല്ലാ മേജർ IT സ്റ്റോക്സിലും നമുക്ക് ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് ഈ മറ്റൊരു സൂചിക നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആയിട്ട് ചോദിക്കാനുള്ളത് PSU ബാങ്കാണ്. ഏതായാലും ഇന്നലെ ഒരു വലിയ ഒരു ഇടിവാണ് നമ്മൾ കണ്ടത്. 3% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ട് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ മാസമൊക്കെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഇൻഡെക്സ് കൂടിയായിരുന്നു PSU ബാങ്ക്. ഏതായാലും ഇന്ന് വരുമ്പോഴും ഒരു ഫ്ലാറ്റ് ഇടിവാണ് ഇപ്പോൾ കാണുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 8,145 പോയിന്റ് ആയിരിക്കും. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കും. ബട്ട് കറന്റ് മാർക്കറ്റ് ലെവൽസിലെ PSU ബാങ്കിങ് സ്റ്റോക്സിലെ ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ചോദിക്കാനുള്ളത് പോളിസി ബസാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നൊരു മിഡ് ക്യാപ്പിൽ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ മിഡ് ക്യാപ്പിൽ ഏറ്റവും നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരികളിലൊന്നായി പോളിസി ബസാറിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. 1.95% നേട്ടത്തിൽ 1,875 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ പോളിസി ബസാറിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ പോളിസി ബസാറിന്റെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1799 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1882 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
സാറിന് ഈ ഓട്ടോയിൽ നിന്ന് തന്നെയുള്ള ഒരു മിഡ് ക്യാപ്പ് ഓഹരി ഇന്ന് മിഡ് ക്യാപ്പിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഹീറോ മോട്ടോഴ്സാണ്. ഹീറോ മോട്ടോഴ്സ് 1.64% നേട്ടത്തിൽ 6313 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നമുക്ക് ഓവറോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷായ രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ഈ മാസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോഴ്സിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഹീറോ മോട്ടോറിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നമ്മൾ ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. 6100 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന സ്മോൾ ക്യാപ്പ് 50 ഒരു ഓഹരി എന്ന് പറയുന്നത് 5 സ്റ്റാറാണ്. 2.38% നേട്ടം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 5 സ്റ്റാറിൽ താങ്കളുടെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി 5 സ്റ്റാറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 560 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാർ നമ്മൾ ഓൾറെഡി ഇന്ന് IT സൂചിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം ഇന്ന് ടെക് മഹീന്ദ്ര നിഫ്റ്റി 50യിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഒരു ഓഹരിയായി മാറിയിട്ടുണ്ട്. 2.3% നേട്ടത്തിൽ 1577 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ടെക് മഹീന്ദ്രയിൽ ട്രേഡിംഗ് തുടരുന്നത്. ടെക് മഹീന്ദ്രയിൽ താങ്കളുടെ ഒരു വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? സോ ടെക് മഹീന്ദ്രയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ടെക് മഹീന്ദ്രയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1574 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിന് തൊട്ട് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1589, അതിനുശേഷം 1615 ആയിരിക്കും. സാറിന് ഈ ഫൈനാൻഷ്യൽ സർവീസിലോട്ട് വരുമ്പോൾ നമുക്ക് BSEയുടെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട്. BSEനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു പല മാർക്കറ്റ് പ്ലസ് എപ്പിസോഡിലൊക്കെ കൂടി. അതായത് ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കുകയും പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് BSEയുടെ ഓഹരിയിൽ എന്നാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് 1.36% നേട്ടമുണ്ട്. 2789 ഇപ്പോഴത്തെ ഒരു പ്രൈസായിട്ട് കാണുന്നത്. BSEയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ BSEയുടെ കേസിൽ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 2700 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 2950 കാണാൻ സാധിക്കുന്നുണ്ട്. സാർ ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും നേട്ടം രേഖപ്പെടുത്തുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. 1.64% നേട്ടമാണ് കാണുന്നത്. 860 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ബാങ്കിങ് ഓഹരിയിൽ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഞാൻ നേരത്തെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് ഏറ്റവും നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ നൽകുന്ന ഒരു സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 810 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 898, അതിനുശേഷം 913, 940 ആയിരിക്കും. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. താങ്ക് യു വിഷ്ണു. താങ്ക് യു.